വെൽക്കം ടു Q&K ഡയറീസ്. ഒരിത്തിരി നേരം നിങ്ങളോടൊപ്പം ഞാനും. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്, മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കനാണ്. ഇത് 3-4 പീസ് ചിക്കനുണ്ട്. ഇതെങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയൊക്കെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടു. ദെൻ 1.5 സ്പൂൺ മുളക് പൊടി, അതിനുശേഷം ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ദെൻ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ദെൻ നമുക്കിത് കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് ഞാൻ വേവിച്ചെടുത്ത ചിക്കനാണ്. ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ കൈ യൂസ് ചെയ്തുകൊണ്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് മിക്സിയിൽ ജാർ ഉപയോഗിച്ച് ക്രഷ് ചെയ്തെടുക്കാം. ബട്ട് നിങ്ങൾ അധികം പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ടൈപ്പിൽ വേണം നമ്മൾ ഇതിനെ ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിവിടെ ഞാൻ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതും പിന്നെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് 3-4-5 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദെൻ ഇതിലേക്ക് വേണ്ട പൗഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഗരം മസാല പൗഡർ, പിന്നെ സോൾട്ട് ആവശ്യത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്തെടുക്കാം. ഉള്ളി ജസ്റ്റ് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ. ഇത് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പൗഡേഴ്സ് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴന്ന് വരണം. വഴന്ന് വന്നാൽ മാത്രമേ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഞാനിവിടെ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഒരേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഞാനിതങ്ങനെ കുഴച്ചെടുത്ത് ബോൾ ചെയ്തെടുത്തതാണിത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചപ്പാത്തി ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഫിൽ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ്, ബ്രെഡ് ക്രംസ്, ഒരു മുട്ട എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഫിൽ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഇതിങ്ങനെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എഗ്ഗും ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിത് ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് എഗ്ഗിലോട്ട് ഡിപ്പ് ചെയ്ത് ഇത് ഓട്സിലോ ബ്രെഡ് ക്രംസിലോ ഡിപ്പ് ചെയ്തെടുക്കാം. ഓട്സിൽ ഡിപ്പ് ചെയ്തെടുത്താൽ ക്രിസ്പി ആയിട്ട് കിട്ടും. ബ്രെഡ് ക്രംസ് ഡിപ്പ് ചെയ്തെടുത്താൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ദെൻ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.